കഴിഞ്ഞില്ലേ എന്റെ സരോജം? ഇതിപ്പോ എത്ര നേരമായി? ദേ കഴിഞ്ഞു. സൂക്ഷിച്ച് വീഴാൻ നിൽക്കണ്ട. ഉണർന്നത് അറിഞ്ഞില്ല. കാപ്പി കൊണ്ടുവരാൻ പറയട്ടെ? സരോജം. ഏയ് അതൊന്നും വേണ്ട, പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ശിവു പൊയ്ക്കളല്ലേ, ഒരു കാര്യമുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം വരണം. എന്റെ കുട്ടികൾ താങ്കളെ ശുശ്രൂഷിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഓ വന്നോ? അലക്കാൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു. എന്നാ ഞാൻ ആ എന്താ ശാന്തറ, സുഖം തന്നെയല്ലേ? കഴിയുന്നു. രാവിലെ വിട്ടിട്ടുണ്ടല്ലോ. രാവിലെ തന്നെ മൂക്കറ്റം കുടിച്ച് നിങ്ങൾ ഇതെന്ത് ഭാവിച്ച ശാന്താറാം? ആ പെണ്ണിനെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് കുറച്ചൂടെ? കഷ്ടം തന്നെ. തുടങ്ങിയല്ലോ. അതെല്ലാം സരോജൻ നേരത്തെ തുടച്ചു വെച്ചു. നിങ്ങൾ അകത്തു പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കൂ ശാന്താറാം. ഈ കിണ്ണാങ്കൃതികൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ വേണ്ടില്ല. ശിവ വരൂ. ഇത് നിന്റെ മാലച്ചേച്ചിക്കുള്ളതാ. പുരയിലമ്മ അവൾക്ക് വേണ്ടിയിട്ട് ടൗണിന്ന് വാങ്ങിയതാണെന്ന് പ്രത്യേകം പറയണം. അതെ, നിന്നെയല്ല, ഇവിടെ. കൃഷ്ണൻ പോയി വൈദ്യരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരൂ. ലളിതയ്ക്ക് ഇത്തിരി കൂടുതലാ. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വൈദ്യരുടെ ചികിത്സ അല്ലായിരുന്നു ഇത്രയും നാളും. ടൗണിൽ ഏതെങ്കിലും നല്ലൊരു ആശുപത്രി കൊണ്ടുപോയാ. വിഡിത്തരം പറയാതിരി കൃഷ്ണ. ഇവിടെ ഇങ്ങനൊരു രോഗിയുള്ളത് പുറത്തറിഞ്ഞാ പിന്നെ എല്ലാവർക്കും കൂടി ഭജനയും പാടിയിരിക്കാം. നൂറായിസ ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. മനസ്സിൽ ഓർത്താ മതി, അപ്പ അവിടെ ഉണ്ടാവും. അതങ്ങനെയാ. ഞാൻ കൃഷ്ണനെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങായിരുന്നു. ലളിതയ്ക്ക് തീരെ വയ്യ. രാത്രി മുഴുവൻ ഒരേ നിലവിളിയായിരുന്നു. അതിനി നോക്കിയിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. ഒരുപാട് പഴകിയതാ. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് എന്തിനാ? കതിരല്ലല്ലോ, മുളയിലെ തുടങ്ങിയതല്ലേ ചികിത്സ. ഈ രോഗത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. വരാണ്ട് നോക്കാം, അത്ര തന്നെ. അതിനാ സർക്കാർ തന്നെ ഓരോന്നൊക്കെ ഇറക്കിയിട്ടുള്ളത്. വിലയും കുറവല്ലേ? അത് ഉപയോഗിക്കാൻ പറയണം വരുന്നവരോടെ. നമുക്കങ്ങനെ നിർബന്ധിക്കാൻ പറ്റുമോ? പറയാന്നല്ലാണ്ട്. അതിഥികളുടെ സന്തോഷമല്ലേ നമുക്ക് മുഖ്യം. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് വേദന സംഹാരികൾ കൊടുക്കാം. ഇംഗ്ലീഷ് മരുന്ന്. അതുകൊണ്ടൊന്നും മാറാൻ പോണില്ല, എന്നാലൊരു ആശ്വാസമാവും. നീ മാറാം. എങ്ങോട്ടേ കയറിയേ?
അയ്യോ കോളാമ്പി. ഛെ. യ്യോ. എന്നാ ശാന്താറാമിന്റെ കലാപരിപാടികൾ കഴിഞ്ഞില്ലേ ഇതുവരെ? ഒന്ന് നിർത്തൂ ശാന്താറാം. 24 മണിക്കൂറും അതിനു മുമ്പിലാ. ചില നേരത്തെ പെരുമാറ്റം കണ്ട കിറുക്കാണെന്ന് തോന്നും. ആ പെണ്ണിനെ ഓർത്തിട്ടാ. അവളെ ഓർക്കുമ്പം നമുക്കിതൊക്കെ ക്ഷമിക്കാതെ പറ്റുമോ ദൈവമേ? ആ വാ 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 വാ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ആ വാ 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 വാ. ആ. ദാ, ഇത് എല്ലാവർക്കും കൊടുക്കണം. ആ എന്തൊക്കെയുണ്ട് ശാന്താറാം? മാലയ്ക്ക് സുഖം തന്നെയല്ലേ? വരണം. ഇത് മാലയ്ക്ക്. അവൾക്കിപ്പോ മധുരപലഹാരങ്ങൾ കഴിക്കേണ്ട പ്രായമാ. അകത്തേക്ക് വരാം. യാമി ഒരുങ്ങി. എനിക്ക് ഈ വസുമതിയുടെ ഒരു നാണം കാണുമ്പോഴാ. ആ ഇനി താമസിച്ചാൽ യാമിക്കതൊരു മുഷ്ടിലാവും. അങ്ങനെയല്ലേ ശാന്താറാം?
നിങ്ങൾ നടന്നോ? ഉം, ഉം. നിന്നെ ഒന്ന് കാണാൻ കൂടെ കിട്ടുന്നില്ലല്ലോ എന്റെ കുട്ടി. എത്ര വട്ടം നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു നിന്നെയും കൂട്ടിയൊന്ന് വരാൻ. അച്ഛനൊന്നും പറഞ്ഞില്ല. എന്തു കോലായത്? എങ്ങനെ കഴിയേണ്ട കുട്ടിയാ നീ? രാജകുമാരിയെ പോലെ ജീവിക്കേണ്ട കുട്ടിയെ കൊണ്ടുപോയി ചേരിയിലിട്ടിരിക്കുന്നു. ഇനി അധിക കാലമൊന്നും എന്റെ കുട്ടിക്ക് അവിടെ കഴിയേണ്ടി വരില്ല. സത്യം? ഉം. ആ ദിവസത്തിന് എല്ലാരും കാത്തിരിക്കുക നിന്നെ പുരയിലേക്ക് കൂട്ടാൻ. ഉം. ഇത് കുടിക്കേ, കുറച്ച് ആശ്വാസം കിട്ടും. വേണ്ട, ഛർദ്ദിക്കും. എന്ന് കരുതി ഒന്നും കഴിക്കാതിരുന്നാലോ? അത് കുടിക്കേ. മതി. സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കേക്കില്ല. ശ്രദ്ധിക്കേണ്ടത് നമ്മളല്ലേ? നിന്നെപ്പോലെ തന്നെയല്ലേ മറ്റു കുട്ടികളും? അവർക്കെന്താ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാത്തത്? 2 മാസമായിട്ടും നീ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ മാത്രം വിട്ടിയൊന്നും അല്ല ഞാൻ. നിനക്കിത് 2ാമത്തെ പ്രാവശ്യ. ആദ്യത്തേത് തന്നെ സമയം കഴിഞ്ഞിട്ടും വൈദ്യരുടെ ഒറ്റ മിടുക്കൊണ്ടാ കളയാൻ കഴിഞ്ഞത്. എന്നിട്ടോ 1 മാസത്തേക്ക് ഇവൾക്ക് എണീറ്റൊന്നും നടക്കാൻ പോലും കഴിഞ്ഞില്ല. നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല. പെൺകുട്ടിയാണെങ്കിൽ പുരയിലമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കും. കാര്യങ്ങളൊക്കെ കൃഷ്ണൻ പറഞ്ഞില്ലേ? എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നോളൂ. നിന്നോളൂ നിന്നോളൂ. ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. കിടക്കൂ. അധികം വൈകാതിരിക്കുന്ന നല്ലത്. ആൺകുട്ടിയാണെന്ന് ഉറപ്പാണോ? അതെന്താ ദേവമ്മ അങ്ങനെ ഒരു ചോദ്യം? എപ്പോഴത്തേക്കാ? ഇന്ന് തന്നെ ആവണേന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി. എന്നാലും അതാടെ ആയിരിക്കും. ഏത് ഗർഭം ഇതേതാ മാസം? മാർച്ചല്ലേ? അതല്ലടോ, അവക്കിതേതാ മാസം? 2 അവള് പറഞ്ഞേ. വൈദ്യരുടെ കണക്ക് മാസം 3. 3. 3 ആയാ പിന്നെ വലിയ ബുദ്ധിമുട്ടാ. അതിപ്പോ 10 ആയാലും നമ്മുടെ വൈദ്യര് കലക്കും. ഈ വക കാര്യത്തിനൊക്കെ ആളും എടുക്കനാ. എന്നാലും ആരുടെ ആയിരിക്കും? നീ ഇപ്പൊ തറഞ്ഞേ അടങ്ങുള്ളോ? എന്നാലും മോർ അവിടുന്ന് അല്ലടോ, അകത്തൂന്ന്. ഓ ആ. എന്നാലും അതാരുടെ ആയിരിക്കും? കരയല്ലേ? ഒന്നുമില്ല. എന്നാ എന്റെ ദേവമ്മ പുറത്തേക്ക് നിന്നോളൂ. ആ വാതിലടയ്ക്കണോ? ഓ ഓ എന്തായി? എന്ത് കാണാനിരിക്കുക? പോയി കിടന്നൂടെ?
വൈദ്യര് പറഞ്ഞിട്ട് ഇന്നോളം തെറ്റിയിട്ടില്ലല്ലോ. ഈ പൊരയിൽ ആൺകുട്ടികൾ പറഞ്ഞിട്ടുമില്ല. മിണ്ടരുത്. അകത്ത് പോവാൻ